അസഹ്യമായ വേനൽ ചൂടിൽ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. ചൂട് കൂടുന്നത് കാരണം മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് നീങ്ങിയതിനാൽ വെറും കൈയോടെ മടങ്ങി വരേണ്ട അവസ്ഥയാണ്. പ്രതിസന്ധി മറികടക്കാൻ താൽക്കാലികമായെങ്കിലും ആശ്വാസമേകാൻ സർക്കാർ സഹായം അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കത്തുന്ന വേനൽ എല്ലാ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. മത്സ്യങ്ങൾ കിട്ടാതായതോടെ കഴിഞ്ഞ 3 മാസമായി ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. അതിരാവിലെ കടലിൽ പോയി വൈകിട്ട് തിരിച്ചു വരുന്നത് പലപ്പോഴും വെറും കൈയോടെയാണ്. വലയിൽ എപ്പോഴെങ്കിലും വല്ലതും തടഞ്ഞാൽ തന്നെ അത് ഒന്നിനും തികയുന്നുമില്ല. വെയിൽ ചൂടായതുകൊണ്ട് പൊതുവെ മീൻ കുറവാണ് വരുന്നത്. ആർക്കും ഒക്കാത്ത കോലത്തിലാണ് പോണത്. ഇവിടെ പൊതുവെ മോശത്തിലാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യത്തിനനുസരിച്ച് വളരെ മോശമാണ് പണി. 4-5 മാസമായി വരേക്ക് പണി ഉണ്ടായിട്ട്. ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ദുരിതകാലം. ചൂട് ഇത്രമേൽ മുമ്പൊരിക്കലും തീരത്തെ പൊള്ളിച്ചിട്ടില്ല. ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മത്സ്യം കുറവാണ്. മത്സ്യം പൊതുവെ കുറവാണ്. ഇപ്പോൾ 6 മാസം 5-8 മാസമായി മത്സ്യം കുറവാണ്. എണ്ണ പൈസ ഒക്കെ കടമാണ്. കൂട്ടുകാർ പോക്കില്ല. ആകെ കഷ്ടത്തില്ല. വളരെ ദയനീയമാണ്. മത്സ്യമേഖല വളരെ പരാജയമാണ്. ഫെബ്രുവരി മുതലാണ് മീനിന്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ കിട്ടുന്നത് ചിലവിന് പോലും തികയാത്ത അവസ്ഥയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എല്ലാവരും ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. മത്സ്യമേഖല മാത്രമല്ല, ഇവിടെയൊക്കെ പിന്നെയും കുറച്ചൊക്കെ കാറ്റുണ്ട്. കിഴക്ക് ഭാഗത്തുമൊക്കെ ചൂട് തന്നെയാണ്. ഞങ്ങളൊക്കെ കിഴക്ക് ഭാഗത്തുള്ള ആൾക്കാരാണ്. മത്സ്യലഭ്യത ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ കുറഞ്ഞ മത്സ്യമുണ്ട്. മുമ്പൊക്കെ മോശമാണ്. പോയ ആൾക്കാർക്കൊക്കെ മോശമാണ്, കൂട്ടുകാർക്കൊക്കെ. പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ മീനിന്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴകിയ മീനുകളാണ് വിപണിയിൽ. മഴക്കാലത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. ഒപ്പം സർക്കാരിന്റെ ഇടപെടലിനെയും. ജനം, കോഴിക്കോട്.